ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാനില ബട്ടർ കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 1.5 കപ്പ് മൈദ ലൂസായിട്ട് കോരിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് അളന്നെടുത്തതാണ്. 1.5 കപ്പ് എന്ന് പറയുന്നത് 180 ഗ്രാം ആണ്. മെഷറിംഗ് കപ്പിൻ്റെ സൈസ് 236 ml ആണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പിൻ്റെ സൈസ് അനുസരിച്ച് വെയിറ്റിന് വ്യത്യാസം വരാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1.5 ടീസ്പൂൺ എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ 2-3 വട്ടം അരിച്ചെടുക്കുമ്പം ആ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാം ഒരേപോലെ എല്ലാ സ്ഥലത്തും എത്തിയിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഏത് കേക്ക് തയ്യാറാക്കിയാലും ഇതേപോലെ പൊടികളെല്ലാം കൂടെ 2-3 വട്ടം അരിച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. 8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് പാൻ എടുത്തിട്ട് ഒരു പാർച്ച്മെന്റ് പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്ക് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും നല്ലപോലെ ഇത് ഗ്രീസ് ചെയ്യണം. ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അത് 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ഈ ദോശക്കല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷമല്ലേ ദോശ ചുടുന്നത്, അതേപോലെ തന്നെ ഓവനുള്ളിൽ ഈ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് അതിന് ഉൾഭാഗം ഒന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ഈ പ്രീ ഹീറ്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള 1/2 കപ്പ് ബട്ടർ ചേർക്കാം. 113 ഗ്രാം ആണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കരുത്, ഇതേപോലെ ഇരുന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചേർക്കാൻ. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തിരിക്കുന്നത്, അതായത് അൺസാൾട്ടഡ് ബട്ടർ. ഇനി ഒരു 3/4 കപ്പും കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല ക്രീം ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വൈകിട്ടാണ് കേക്ക് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മുട്ടയും ബട്ടർ എല്ലാം എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ ബട്ടർ ചേർക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് ചേർക്കരുത്, ഇതേപോലെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് സോഫ്റ്റ് ആയ ബട്ടർ വേണം ചേർക്കാൻ. ഇതിൽ പഞ്ചസാരയുടെ തരിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ക്രീം ആവുന്നിടം വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഹാൻഡ് മിക്സർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബട്ടറൊക്കെ എളുപ്പത്തിൽ പോകുന്നതിന് തമ്മിൽ ഇതൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ചേർക്കാം, അതായത് 1/2 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഒരു 2-3 ബാച്ചായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ചേർക്കാം. ഇനി ഇത് തടിത്തവി ഉപയോഗിച്ചിട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അതായത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ കൂടുതൽ നേരം ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്ക് ഒരുപാടങ്ങ് കട്ടിയായിപ്പോൾ. ഇത് നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിയും കൂടെ ചേർക്കാം, അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് 1/2 കപ്പ് ഇതിലേക്ക് ഇടവിട്ട് ചേർക്കാം. അങ്ങനെ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് മിക്സും പാലും കൂടെ എല്ലാം ഇതിലിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ, ഓവർ മിക്സ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കേക്ക് പാനിൻ്റെ പകുതി വരെ മാത്രമേ ബാറ്റർ ഒഴിച്ച് ഫില്ല് ചെയ്യാവുള്ളൂ. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. 8 ഇഞ്ച് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്ക് ഒരേപോലെ ലെവലായിരിക്കാനും പിന്നെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിനായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി ഇത് 350 ഡിഗ്രി ഫാരനൈറ്റിൽ പ്രീഹീറ്റ് ആയി കിടക്കുന്ന ഓവനിൽ വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ടൈം എടുത്തൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ ഓവനും ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് സമയ വ്യത്യാസം വരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന കേക്ക് പാൻ്റെ സൈസ് അനുസരിച്ചും ടൈം വ്യത്യാസം വരാം. ഇനി കേക്ക് നല്ല ഈസി ആയിട്ട് ഇളകി വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിൽ തന്നെ തണുക്കാൻ വെക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് നല്ല ചൂടോടെ തന്നെ തിരിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ആ പാനിലെല്ലാം ഒട്ടിപ്പിടിക്കും.
കേക്ക് വേകുന്നതിന് മുന്നേ ഓവൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ സെൻറ്റർ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓവൻ്റെ ഡോറ് തുറന്ന് നോക്കരുത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഈ കേക്ക് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ഒരുപാട് മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന കേക്കാണ് പുറമൊക്കെ ഒരുപാട് ബ്രൗൺ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ബ്രൗൺ ആകുന്നതിന് വേണ്ടി കൂടുതൽ സമയം വെച്ച് ബേക്ക് ചെയ്യരുത്. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. ഈ കേക്ക് 2-3 ദിവസം പുറത്ത് വെച്ചാലും ചീത്തയാകത്തില്ല. അത് നല്ലപോലെ പൊതിഞ്ഞു വെക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാചകലോകം ചാനലിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.